സഫർജലേറ്റം നല്ലതാ ദാഹത്തിനും, അതുപോലെ കുടലിനും നല്ലതാണ് ബലത്തിനും. തിന്നുന്നതും പതിവാക്കി ഗർഭിണിയും ഇത് പ്രസവിക്കുമെന്ന കുട്ടികൾ അഴകുള്ളത്. വിശിഷ്യ മാസം 3 ആയാൽ പിന്നെ ഫലം കൂടുതൽ ഉണ്ടെന്ന് തന്നാ പൊന്നേ. സഫർജലീർച്ചപ്പൊടിയുള്ളിൽ പൂഴ്ത്തണം, അത് ദീർഘകാലം തന്നെ കേടിൽ അറിയണം. അത് കത്തികൊണ്ട് മുറിച്ച് തിന്നരുതെന്ന, കൈകൊണ്ട് പൊട്ടിച്ചാകണം അതു തന്നാ. മുറിക്കുന്നതിൽ ജലം പറ്റുമെന്നാണുള്ളത്, പൊട്ടിച്ചു തിന്നലിൽ മാറ്റമാ പറയുന്നത്. കൈകൊണ്ടതു നബി ഒരു ദിനം കത് കസ്സറ, അതിൽ നിന്നുമൽപ്പം നൽകി തിന്നത് ജഅഫറ. പറയുന്നു നബി അവരോട്, തിന്നിത് ലൗണിന് തിളക്കം വരുത്തും, ഹുസ്നിയത്തും ബുൽദിന് മറ്റുള്ള പഴമിരിക്കും സ്ഥലത്ത് സഫർജലും വെച്ചാൽ ഇതല്ലാതുള്ളതൊക്കെ ഹലാക്കിലും. പറയുന്നു ദായിറ നല്ലതാണ് സഫർജലും, വസുവാസ് മാറുന്നുണ്ട് ചുമയും നീങ്ങലും, കൂടാതെ മടിയും മാറ്റുമെന്ന ഭീതിയും. ജലദോഷമേതുണ്ടോ അതെല്ലാം തന്നെയും, ഇളക്കം വയറ്റിന് അധികമായാൽ തിന്നിത്, എന്നാലുടൻ അത് നിൽക്കുമെന്നാണുള്ളത്. വിയർപ്പിന് സുഗന്ധം നൽകുവാനിത് മെച്ചമാ, മൂത്രച്ചുടിച്ചിൽ തടയുവാനും കേമമാ. ചൂടുള്ള ഭക്ഷണം നീ കഴിച്ചുടൻ തന്നെ കുടിക്കല്ല ഭാരിത് കേട് പല്ലിന് തന്നെ. അതുപോലെ ഹൽവ തിന്നു എന്നാലും അത് പാടില്ല എന്ന സോദര പറയുന്നത്. കാരക്ക മുന്തിരി മറ്റ് മധുര പദാർത്ഥവും മോണയ്ക്കു കേടാ കൂടുതൽ ഉപയോഗവും. നീ ഉപ്പ് കൂടുതൽ ചേർത്തു തിന്നരുതെന്ന, അതുകൊണ്ട് കാഴ്ച കുറഞ്ഞിടുന്നതു തന്നാ. മുന്തിരി പഴുത്തത് ദിവസം 21 തിന്നാൽ നിനക്കില്ല സുഖമേ ജസദിന്. അത് കഴുകണം നീ നല്ല വെള്ളം കൊണ്ട്, എന്നിട്ട് വേണം തിന്നലും എന്നുണ്ട്. ഇതുപോലെ സയ്യിദുന അലി പറയുന്നതാ, ബുസ്താനിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. മണവസ്തു കണ്ണിന് മെച്ചമാ തലച്ചോറിനും, കൂടാതെ സന്തോഷം റഖീബ് അതീദിനും. ചൂടുള്ള കാലം കുളി തണുത്തതിൽ വേണ്ടതാ, അതുപോലെ ശൈത്യമിൽ ചൂടിലും വേണ്ടുന്നതാ. ബിത്തനത്ത് മൂലം വന്നിടും തലവേദന, ചെങ്കണ്ണ് ഫാലജ് പിന്നെയും പലയാതന. ചെവിക്കുത്ത് വയറിളക്കം തുടങ്ങിയ രോഗവും വരുമെന്ന് ജാലിസിനുണ്ട് അഭിപ്രായവും. വയറൊന്നിളക്കൽ ജസദിനേറ്റം നല്ലതാ, ചെടികൾക്ക് വെള്ളം പോലെയാണെന്നുള്ളതാ. നീ രാത്രിയിൽ ഉറങ്ങാൻ തുനിഞ്ഞാൽ പിന്നെ തണ്ടാസിലൊന്ന് കടന്നിറങ്ങുക തന്നെ. ഹജ്ജാജിനോട് വിദഗ്ധനായൊരു വൈദ്യന ഉപദേശമായി ഇത് നൽകിയത് ഇഖ്വാനന. തലവേദനയ്ക്ക് നീ 2 കാലും ചൂട് വെള്ളത്തിലിട്ടാൽ മാറുമെന്നാ കേട്.